വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് എന്ന് പറയുമ്പം ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ക്യാൻസറാണത്. ഓക്കെ. കേരളത്തിനേക്കാൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് കൂടുതലുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ആ, അടിസ്ഥാന കാരണം ഈ പുകയിലയുടെ ടൊബാക്കോ. ടുബാക്കോയുടെ ഒരു യൂസ്. ഉം. അപ്പോൾ വായിലുണ്ടാകുന്ന ക്യാൻസറാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ക്യാൻസർ ഇപ്പം തൈറോയ്ഡ് ക്യാൻസറാണ്. ഓക്കെ. തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഒരുപാട് കൂടിയ നമ്പേഴ്സ് കൂടിയ ഒരു ക്യാൻസർ, 3 ഇരട്ടിയോളമായിട്ട് നമ്പേഴ്സ് തൈറോയ്ഡ് ക്യാൻസറാണ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഫീമെയിൽസിൽ, സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. അതെ. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കേരളത്തിൽ കാണുന്നത് ഈ തൈറോയ്ഡ് ക്യാൻസറാണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതേപോലെ ചോദിക്കട്ടെ, ഡോക്ടർ പറഞ്ഞു പുരുഷന്മാരിലാണ് കൂടുതൽ മൗത്ത് അൾസേഴ്സ് വന്നിട്ട് അങ്ങനെ ക്യാൻസർ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്യാൻസർ സ്ത്രീകളിൽ താരതമ്യേന വളരെ കുറവാണോ? താരതമ്യേന കുറവാണ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ട്രെൻഡും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരു ട്രെൻഡും തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ മുമ്പ് ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയം മുംബൈയിൽ നമ്മൾ വല്ലപ്പോഴും ഒരു വർഷത്തിൽ ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും, ഒരു ടുബാക്കോ യൂസ് ഒന്നും ഇല്ലാണ്ട് ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതമാണ് ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി. കേരളത്തിൽ പക്ഷേ അതായത് ടുബാക്കോ യൂസ് ഒന്നുമില്ലാതെ, അഡിക്ഷൻസ് ഒന്നുമില്ലാതെ വലിയൊരു ശതമാനം പേഷ്യൻസ് ഈ ഓറൽ ക്യാൻസർ ഉള്ളവരായിട്ടുണ്ട്.